അറ്റകുറ്റപ്പണികൾക്ക് തമിഴ്നാടിന് അനുമതി നൽകിയ നീക്കം പൊളിഞ്ഞിരിക്കെ അപകട ഭീഷണി നേരിടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീംകോടതി അനുകൂലമായത് കേരളത്തിന് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന കേരളത്തിന്റെ നിരന്തരമായ ആവശ്യത്തെ തമിഴ്നാട് അതിശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കേന്ദ്രം നിലപാട് അറിയിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനാലാണ് കോടതി ഇടപെടലിൽ സുരക്ഷാ പരിശോധനയ്ക്ക് പ്രധാനമായും വഴിയൊരുങ്ങുന്നത്. മുല്ലപ്പെരിയാർ ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഗൗരവ വിഷയമാണെന്നും രാഷ്ട്രീയമായി കരുതരുതെന്നും കേന്ദ്രത്തെയും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളെയും സുപ്രീംകോടതി നേരത്തെ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാടിന്റെ അതിശക്തമായ സമ്മർദ്ദം അംഗീകരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കേരളം അനുമതി നൽകിയത് പുതിയ ഡാമെന്ന കേരളത്തിന്റെ ആവശ്യത്തെ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്താൻ കൂടിയാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുവരെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കാനായി നിലവിലുള്ള അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്താനാണ് കേരളം പ്രധാനമായും അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഈ ഉത്തരവ് സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി അണക്കെട്ട് അറ്റകുറ്റപ്പണി നടത്തി സുരക്ഷിതമാക്കിയെന്ന് വാദിക്കാൻ തമിഴ്നാടിന് അവസരമൊരുങ്ങുകയാണ് ചെയ്തിരുന്നതും. ഇതിനിടയിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാൻ അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡാം സുരക്ഷാ നിയമപ്രകാരമുള്ള ദേശീയ കമ്മിറ്റി നിലവിൽ ഇനിയും രൂപീകരിച്ചിട്ടില്ല. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ 2014 വിധിയുടെ അടിസ്ഥാനത്തിലാണ് മേൽനോട്ട സമിതിക്കും ഡാം സുരക്ഷാ നിയമത്തിനും വ്യവസ്ഥ വേണ്ടത്. അതും നിലവിലുണ്ടായിട്ടില്ല. കേന്ദ്ര നിലപാട് അറിഞ്ഞ ശേഷം തുടർ നടപടിയെടുക്കാനാണ് കോടതി കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. ഹർജി 22-ന് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. 50 ലക്ഷം പേരുടെ ജീവനെ ബാധിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാറെന്ന് സുപ്രീംകോടതിയിലെത്തിയ ഹർജി വെളിപ്പെടുത്തുന്നുണ്ട്. ഡാം തകർന്നാൽ ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ തുടച്ചു നീക്കപ്പെടുമെന്നതിൽ സംശയമില്ല. ഡാം സുരക്ഷിതമാണെന്ന് 2006-ലെയും 2014-ലെയും സുപ്രീംകോടതി വിധികളിൽ തെറ്റുണ്ടെന്നും അത് പിൻവലിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കുക, പുതിയ ഡാം ഉടൻ നിർമ്മിക്കാൻ അനുമതി നൽകുക എന്നിങ്ങനെ ആവശ്യങ്ങളും സുപ്രീംകോടതി നിലവിൽ പരിഗണിക്കുകയാണ്. അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തുകയും പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനായി പരിസ്ഥിതി ആഘാത പഠനത്തിനും ടൈംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കണമെന്നും കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെടുകയുണ്ടായി. പുതിയ അണക്കെട്ട് സംബന്ധിച്ച് കേരളം പദ്ധതിരേഖ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുതിയ അണക്കെട്ടിനായി പഠനം നടത്താൻ കേരളത്തെ അനുവദിക്കരുതെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. നിലവിലെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിന് കേരളം സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇത് പെരിയാർ കടുവ സങ്കേതം ഉൾപ്പെടെ സോണിൽ കൂടിയാണ്. പുതിയ ഡാം നിർമ്മിക്കുന്നത് തമിഴ്നാടുമായി ആലോചിച്ചായിരിക്കണമെന്നാണ് 2014-ലെ സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നത്. 10 വർഷത്തിലൊരിക്കൽ രാജ്യത്തെ പ്രധാന ഡാമുകളിൽ സുരക്ഷാ പരിശോധന ആവശ്യമാണെന്നാണ് കേന്ദ്ര ജല കമ്മീഷൻ സുരക്ഷാ പുസ്തകത്തിൽ പ്രധാനമായും വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. 2011-ലായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അവസാനമായി സമഗ്ര സുരക്ഷാ പരിശോധന പ്രധാനമായും നടന്നിരുന്നത്. അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിക്ക് സുപ്രീംകോടതി തമിഴ്നാടിന് 2014-ൽ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇത് തുടർന്നാണ് മേൽനോട്ട സമിതിയുടെ അംഗീകാരത്തോടെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് പ്രധാനമായി നീക്കം നടത്തിയത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചു. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട കൂടി ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ സുരക്ഷയും പ്രളയ സുരക്ഷയും ഓപ്പറേഷണൽ സുരക്ഷയും എന്നിങ്ങനെ പരിശോധിക്കുകയാണ് പ്രധാനമായും ചെയ്തതും. അന്ന് അണക്കെട്ടിൽ ആദ്യ അറ്റകുറ്റപ്പണികൾ നടക്കട്ടെ എന്നും അതിനുശേഷം സമഗ്ര സുരക്ഷാ പരിശോധന എന്നായിരുന്നു തമിഴ്നാട് കൈക്കൊണ്ടിട്ടുള്ള നിലപാട്.